ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് പലാഗോണിയം എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ നമ്മൾ പറയുന്ന പേര് ജെറേനിയം എന്നാണ്. ശരിക്കും ഇതിൻ്റെ പേര് പലാഗോണിയം എന്നാണ്. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞിപ്പം അതിൻ്റെ പേര് ജെറേനിയം എന്നുള്ള പേരിൽ പറഞ്ഞാലേ നമുക്ക് അറിയപ്പെടത്തുള്ളൂ. നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന അടിപൊളി ഒരു ചെടി കൂടിയാണ് ഈ ജെറേനിയം എന്ന് പറയുന്നത്. ഇത് വളരെ ഷെയ്ഡുകൾ അല്ലാതെ നിറവ്യത്യാസത്തിൽ ധാരാളം ഷെയ്ഡുകൾ ഇത് ലഭ്യമാണ്. അതേപോലെ തന്നെ 2 ടൈപ്പാണ് ഇത് ഉള്ളത്. അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള സിംഗിൾ പെറ്റൽ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്നവയും അതേപോലെ തന്നെ മൾട്ടി പെറ്റലായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്നവയുമാണ്. സിംഗിൾ പെറ്റലിനേക്കാളിലും മൾട്ടി പെറ്റലിനായിരിക്കും റേറ്റ് കൂടുതൽ. അത് സാധാരണ നമുക്കറിയാമല്ലോ, കാണാൻ ഷോ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വിലകളായിരിക്കും ചെടികൾക്ക് വരാറുള്ളത്. അപ്പോൾ ഇവയുടെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഇതാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അത്യാവശ്യം ഒരു ചെറിയ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകും. ഓവർ കെയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടി വീടുകളിൽ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ ജെറേനിയം എന്ന് പറയുന്നത്. ധാരാളം ഷെയ്ഡുകളുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു രീതിയിലുള്ള ഇലകളും കാര്യങ്ങളൊക്കെയാണ് ഇവയ്ക്ക് ഉണ്ടാകാറുള്ളത്. ഇത് കണ്ടില്ലേ, ഇതേപോലുള്ള ഒരു ഇലകളും കാര്യങ്ങളുമാണ് ഉണ്ടാകാറുള്ളത്. ഇതിൻ്റെ വംശവർദ്ധനം അല്ലെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഒത്തിരി എളുപ്പമല്ല, എന്നാൽ ഒത്തിരി മൂത്തതുമല്ലാതെയുള്ള കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അത് ധാരാളമായി നമുക്ക് യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ്. അതായത് കമ്പ് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ ധാരാളമായി ചെടികൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ തൈകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കമ്പ് കട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പേരൻറ് സ്റ്റോക്കിന് ചിലപ്പോൾ അത് പന്നലാകാനുള്ള സാധ്യത ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്തൂടി വെള്ളം ഇറങ്ങാതെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെടിയിൽ നമുക്ക് പുതിയ മൂലങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഴുക് ഉരുക്കി ഒഴിച്ച് അത് കൺസീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങത്തില്ല, പകരം ധാരാളം എത്ത് പൊട്ടി കിട്ടുകയും ചെയ്യും. ആ ഒരു രീതിയിൽ നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെനപ്പ് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ജെറേനിയം എന്ന് പറയുന്നത്. ഇത് കണ്ടില്ല, ഇതേപോലുള്ള തണ്ടുകളാണ് ഇവയുടെ വയ്ക്കുന്നത്. ഇതുണ്ടല്ലേ, ഒരു തണ്ട് വെച്ചിട്ട് അതിൽ നിന്നാണ് നമുക്ക് ഇതുപോലെ ചെടി ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്നും ചെയ്തിട്ടുണ്ടല്ലേ ഒരു വളവ് വന്നെടുത്ത് നമ്മളിതുപോലെ ഡയറക്റ്റായിട്ട് പോകുന്നതിന് പകരം ഇതേപോലെ ബെൻഡ് ചെയ്തിടുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള എത്തുകൾ നമുക്ക് ചെടി കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ധാരാളം എത്തുകൾ കിട്ടി. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയോ അല്ലെങ്കിൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ജെറേനിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ വാട്ടറിംഗ് എന്ന് പറയുന്നത് വെള്ളം ആവശ്യമാണ്, എന്നാൽ ഓവർ വെള്ളം ഇതിനാവശ്യമില്ല. വെള്ളം ഒത്തിരി ആയിട്ട് ചെടിച്ചോട്ടിൽ കെട്ടിക്കിടക്കുകയോ കുഴഞ്ഞു കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവയുടെ തണ്ട് ചീയലിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ തണ്ട് ചീയൽ എന്ന് പറയുന്നൊരു പ്രശ്നമാണ് ഇതിന് മെയിനായിട്ട് വരുന്നൊരു രോഗം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആൻറ്റി ഫംഗലോ എന്തെങ്കിലുമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യതയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് അവയെ മറികടക്കാൻ സാധ്യമാകുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇനി അടുത്തത് വെയിലാണ്. വെയിലെന്ന് പറയുന്നത് നമ്മൾ രാവിലെ നേരത്തിലുള്ള ഒരു 2 to 3 hours ഉള്ള വെയിൽ മാത്രമേ നമുക്കിതിന് മതിയാകൂ. ഓവർ വെയിലടിച്ചാലും ചെടി അഴുക്കാവും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതേപോലെ തന്നെ ഇവയ്ക്ക് വളങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ വീതം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ മാസത്തിൽ ഒരു തവണ കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് NPKയുടെ ന്യൂട്രൽ വളങ്ങളോ, അതായത് 19, 19, 19, 18, 18, 18 നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാവുന്നതാണ്. അപ്പോൾ അത് ഗ്രോത്തിനും നല്ലതാണ്, ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടും നല്ലതാണ്. അപ്പോൾ ഈ ന്യൂട്രൽ വളങ്ങൾ കൊടുക്കുമ്പം, അപ്പോൾ ചെറിയ തൈകളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ന്യൂട്രൽ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒറ്റ വളത്തിൽ തന്നെ ഫ്ലവറിങ്ങിനും അതേപോലെ ചെടി വളർച്ചയ്ക്കും അത് സഹായമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ന്യൂട്രൽ വളങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത്. ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ജൈവവളങ്ങൾ ഏതാണോ അത് നമുക്കിതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പച്ചച്ചാണകത്തിൻ്റെ തെളി ഒഴിക്കാം, ബയോഗ്യാസിൻ്റെ സ്ലറി ഒഴിക്കാം. അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ മണ്ണിൽ കുറച്ച് കമ്പോസ്റ്റ് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചാണകപ്പൊടി നല്ലപോലെ പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടി നന്നായി ഉണങ്ങിയിട്ടുള്ളത് ശ്രദ്ധിക്കണം. നന്നായി ഉണങ്ങിയിട്ടുള്ളവ നമുക്ക് മണ്ണിൽ കൂട്ടി കൊടുക്കാം. അല്ല എന്നൊരിൽ ഇവയ്ക്കാണെന്നൊരിൽ നമ്മുടെ കടലപ്പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കൊക്കെ നമുക്ക് പുളിപ്പിച്ചിട്ട് ഒഴിച്ചും കൊടുക്കാം. അപ്പം ഈ മാസത്തിൽ ഒരിക്കൽ വളം കൊടുക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 ആഴ്ചയോ 4 ആഴ്ചയോ കൂടുന്ന സമയത്ത് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതുകൂടി ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ വേര് വഴി ഉണ്ടാകുന്ന ഈ ചീയലിന്, അതായത് വെള്ളം കൂടുതലൊക്കെ ഉണ്ടാകുന്ന ചീയൽ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിന് കൊടുക്കാൻ സാധ്യമാകുന്ന ഒരു ചെടി കൂടിയാണ് ഈ ജെറേനിയം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ്. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഇത് നട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ചുമന്ന മണ്ണാണ്. കണ്ടില്ലേ, ഇത് വെള്ളം നമുക്കിത് ഉച്ചയായപ്പോൾ തന്നെ ഇത് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം കൊടുത്ത് വേണം നമ്മൾ ഇവയെ വളർത്താൻ വേണ്ടി. ഇപ്പോൾ രാവിലെ കൊടുക്കുന്ന വെള്ളം വൈകുന്നേരത്തിനുള്ളിൽ വലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ പോട്ടി മിക്സർ എന്ന് പറയുന്നത് എപ്പോഴും ഇളക്കമുള്ളതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മണ്ടയാണെങ്കിൽ
കട്ടി പിടിച്ചിട്ടുണ്ടെങ്കിലും അടിഭാഗം മൊത്തം അടിയിലോട്ടുള്ള മണ്ണുകൾ നല്ലപോലെ ഇളകിയിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കമ്പ് വെച്ച് കിളിപ്പിച്ചിട്ട് അതിൻ്റെ വേര് ഇത് കണ്ടില്ലേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലാണ് വേര് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുത്തി ഇളക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ഈ ചട്ടിയിലുള്ള സൈസിനുള്ള ചെടി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈസിനുള്ള ചട്ടിയിലേക്ക് ഇവ മാറ്റുന്ന സമയത്താണ് ഇവയെ ഈ വേര് പൊട്ടാത്ത രീതിയിൽ എടുത്താണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ഓരോ ചെടിയുടെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ചട്ടിയോട് തീരുമാനിക്കാൻ എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചരൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കുഴയാത്ത രീതിയിൽ ഇളക്കം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള പോട്ടി മിക്സർ നമ്മൾ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് പോട്ടി മിക്സർ തയ്യാറാക്കാം. അല്ലെങ്കിൽ മണ്ണ്, ചരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പോട്ടി മിക്സർ തയ്യാറാക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഈർപ്പം നിൽക്കുകയും വേണം, എന്നാൽ മണ്ണ് കട്ട പിടിക്കുകയും ചെയ്യില്ല എന്ന വരിയിൽ നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പോട്ടി മിക്സർ, ഇതിനാവശ്യമായ പോട്ടി മിക്സർ നമുക്ക് തയ്യാറാക്കാം. ധാരാളം കളറുകളുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചുവപ്പിൻ്റെ തന്നെ ധാരാളം ഷെയ്ഡുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇത് മറ്റൊരു ചുവപ്പാണ്. അതൊരു ഇളം കളറിലുള്ള ചുവപ്പാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ബ്ലഡിൻ്റെ കളറിലുള്ള ചുവപ്പായിട്ട് കാണുന്നതാണ്. അതേപോലെ തന്നെ ഇവയുടെ ഫ്ലവർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇതേപോലെ ചെടിയുടെ തണ്ടിൽ നിന്നും ഇതേപോലൊരു ശിഖരം അല്ലെങ്കിൽ ഇതേപോലൊരു തണ്ട് കളർന്ന് വന്നതിന് ശേഷം നല്ല രീതിയിൽ ലെങ്ത്ത് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതേപോലെ കൊല പോലെ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാ പൂക്കളും കൂടി ഒന്നിച്ച് വിരിഞ്ഞ് തീരത്തില്ല. പകരം പല സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലായിട്ട് കുറേശ്ശെയായിട്ട് വിരിഞ്ഞാണ് മാറുന്നത്. ഇതൊരു കുടം പോലെ അല്ലെങ്കിൽ ഒരു കുല പോലെ ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കിട്ടത്തില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ ഫ്ലവർ ആയിട്ടുണ്ട്, അതേസമയം ഇവിടെ തന്നെ മുട്ടുകൾ എത്തി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ചെടിയുടെ ഗ്രോത്തും കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് പൂക്കളുടെ എണ്ണം അതിന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എത്ര പൂക്കൾ കിട്ടണമെന്നുള്ള ഇതിൽ വെച്ചിട്ടായിരിക്കും ഇവയുടെ എണ്ണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ പൂ പോയി കഴിയുമ്പോൾ ഇതേ രീതിയിലിരിക്കും. അപ്പോൾ ആ തണ്ട് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഈ പൂ പോയതിന് ശേഷം ഈ തണ്ടിതേ നിർത്തി ചെടിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, പകരം അത് കട്ട് ചെയ്ത് കളയുക തന്നെ വേണം. അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജെറേനിയം ചെടിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാർഷിക സ്വന്തമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. താങ്ക്